ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാച്ചുറൽ ഉലുവ ലേഹ്യം, അതിൻ്റെ ഗുണങ്ങൾ, ഉണ്ടാക്കുന്ന വിധം, എങ്ങനെ കഴിക്കണം എന്നിവ നോക്കാം. ചേരുവകൾ: ഉലുവ, തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും, പനം ശർക്കര, നെയ്യ്, ഏലക്ക, ചുക്ക്, കുരുമുളക്, ചെറിയ ജീരകം. ഇവയെല്ലാം ശരീരത്തിന് ഗുണം ചെയ്യുന്ന നാച്ചുറൽ ചേരുവകളാണ്. തയ്യാറാക്കുന്ന വിധം: ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് കുതിർക്കുക. പനം ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കുക. കുതിർന്ന ഉലുവ അരച്ചെടുക്കുക. ശർക്കര പാനിയിൽ ഉലുവ ചേർത്ത് ഇളക്കുക. രണ്ടാം പാൽ ചേർത്ത് ചെറുതീയിൽ വേവിക്കുക. ചുക്ക്, കുരുമുളക്, ഏലക്ക, ജീരകം പൊടിച്ചത് ചേർക്കുക. നെയ്യ് കുറച്ച് ചേർത്ത് ഇളക്കുക. അവസാനം ഒന്നാം പാൽ ചേർത്ത് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഉലുവ ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ: മുടിക്ക് നല്ലത്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിവേരുകൾക്ക് ബലം നൽകാനും സഹായിക്കും. ദഹനത്തിന് സഹായം: ഗ്യാസ്, വയറുവേദന, അജീരണം എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ശരീരത്തിന് ഊർജം: ക്ഷീണം കുറച്ച് ശരീരത്തിന് നല്ല എനർജി നൽകും. വേദനകൾക്ക് ആശ്വാസം: ചുക്ക്, കുരുമുളക്, ഉലുവ എന്നിവ ശരീരത്തിന് ചൂട് നൽകി വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രതിരോധ ശേഷി: നാച്ചുറൽ ചേരുവകൾ ആയതിനാൽ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. എങ്ങനെ കഴിക്കാം? രാവിലെ വെറും വയറ്റിൽ 1 സ്പൂണ് അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂണ് കഴിക്കാം. ഷുഗർ, ഗർഭകാലം അല്ലെങ്കിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത്തരത്തിലുള്ള നാച്ചുറൽ ഹെൽത്ത് ടിപ്പുകൾ, വീട്ടുവൈദ്യങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉലുവ ലേഹ്യ ഗുണങ്ങൾ: മുടി, ദഹനം, എനർജി, ആരോഗ്യം. ലേഹ്യം പൂർണ്ണമായി തണുത്ത ശേഷം ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുക. വെള്ളം കയറാതെ നോക്കണം. എപ്പോഴും ഉണങ്ങിയ സ്പൂൺ ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ ദിവസം നന്നായിരിക്കും. വീട്ടിൽ ഉണ്ടാക്കുന്നതിനാൽ ശുചിത്വം വളരെ പ്രധാനമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എപ്പോൾ കഴിച്ചാൽ കൂടുതൽ ഗുണം ലഭിക്കുമെന്ന്. രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ദഹനത്തിന് സഹായകമാകും. രാത്രി കഴിച്ചാൽ ശരീരത്തിന് ആശ്വാസവും നല്ല ഉറക്കത്തിനും സഹായകമാകും. എന്നാൽ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യാസമായതിനാൽ ചെറിയ അളവിൽ തുടങ്ങി നോക്കുക. ഈ ലേഹ്യം ഒരു പഴയകാല വീട്ടുവൈദ്യ രീതി പോലെയാണ്. ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് സംരക്ഷിക്കാനും അടുത്ത തലമുറയ്ക്ക് എത്തിക്കുകയും വേണം. ഇത്രയും സമയം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.